സ്നേഹമുള്ളവരെ, ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോവുക പ്രഭാഷണ പുസ്തകത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 87 ചോദ്യങ്ങളാണ്. അതായത് പ്രഭാഷണ പുസ്തകത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഈ 87 ചോദ്യങ്ങളിൽ നിന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ 87 ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ ഏകദേശം 13ഓളം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ലോഗോസ് ക്വിസിന് വരുന്ന പ്രഭാഷണ പുസ്തകത്തിൽ വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ സാധിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ചോദ്യോത്തരങ്ങളും അപ്ഡേഷൻസ് ലഭിക്കാനായിട്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1. വേശ്യാപുത്രനായിരുന്ന ന്യായാധിപൻ ആര്? ഉത്തരം ജഫ്ത. 2. ജഫ്തയുടെ പിതാവ് ആരായിരുന്നു? ഉത്തരം ഗിലെയാദായിരുന്നു അവൻ്റെ പിതാവ്. 3. ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല, നീ അന്യസ്ത്രീയുടെ മകനാണല്ലോ. ജഫ്തായെ പുറന്തള്ളിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഉത്തരം ഗിലെയാദിന് സ്വഭാര്യയിലുണ്ടായ പുത്രന്മാർ. 4. ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി ചെന്ന് താമസിച്ച സ്ഥലമേത്? ഉത്തരം തോബ്. 5. ജഫ്തായോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നത് ആര്? ഉത്തരം ഒരു നീചസംഘം. 6. ഹെഷ്ബോണിലെ അമോര്യ രാജാവ് ആരായിരുന്നു? ഉത്തരം സീഹോൻ. 7. ഇസ്രായേൽ സീഹോൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് അപേക്ഷിച്ചതെന്ത്? ഉത്തരം നിങ്ങളുടെ ദേശത്തു കൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകുവാൻ അനുവദിക്കണം. 8. തൻ്റെ ദേശത്തു കൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസം കാണിക്കാതിരുന്ന അമോര്യ രാജാവ്? ഉത്തരം സീഹോൻ. 9. ഇസ്രായേലിനോട് പൊരുതാൻ സീഹോൻ താവളമടിച്ചതെവിടെ? ഉത്തരം യാഹാസിൽ. 10. ആരാണ് സീഹോനെയും അവൻ്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചത്? ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. 11. സീഹോനെയും അവൻ്റെ ജനത്തെയും തോൽപ്പിച്ച് ഇസ്രായേൽ പിടിച്ചെടുത്തത് ഏതു ദേശമാണ്? ഉത്തരം അർണോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമോന്യരുടെ ദേശം മുഴുവൻ. 12. തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് അമോര്യരെ തുരുത്തിയത് ആരാണ്? ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. 13. അമോന്യരുടെ ദൈവമാര്? ഉത്തരം കെമോഷ്. 14. മോവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ്റെ പേരെന്ത്? ഉത്തരം ബാലാക്ക്. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: മോവാബിൻ്റെ അതിർത്തി ഏതാണ്? ഉത്തരം അർണോൺ. ന്യായാധിപന്മാർ 12-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. 15. യുദ്ധത്തിനൊരുങ്ങി എഫ്രായിംകാർ എവിടേക്കാണ് ചെന്നത്? ഉത്തരം സഫോണിലേക്ക്. 16. അമോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാത്തതെന്തുകൊണ്ട്? നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും. ജഫ്തായോട് ഇങ്ങനെ പറഞ്ഞതാര്? ഉത്തരം എഫ്രായിംകാർ. 17. ആര് ആരോട് പറഞ്ഞു? ഞാനും എൻ്റെ ജനവും അമോന്യരുമായി വലിയ കലഹത്തിലായി. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല. ഉത്തരം ജഫ്ത എഫ്രായിംകാരോട്. 18. എഫ്രായിംകാർ തന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ താൻ എങ്ങനെ അമോന്യർക്കെതിരെ ചെന്നുവെന്നാണ് ജഫ്ത പറഞ്ഞത്? ഉത്തരം തൻ്റെ ജീവൻ കയ്യിലെടുത്ത്. 19. ജഫ്ത ഗിലെയാദുകാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി യുദ്ധം ചെയ്തത് ആരോടാണ്? ഉത്തരം എഫ്രായിമിനോട്. 20. ഗിലെയാദുകാർ എഫ്രായിംകാരെ തകർത്തു കളഞ്ഞതിനു കാരണമെന്ത്? ഉത്തരം ഗിലെയാദുകാർ എഫ്രായിമിൻ്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രായിംകാർ പറഞ്ഞു. 21.
എഫ്രായിംകാരോട് എതിർത്ത് ഗിലെയാദുകാർ പിടിച്ചെടുത്തത് എന്ത്? ഉത്തരം ജോർദാന്റെ കടവുകൾ. 22. എഫ്രായിമിൽ നിന്ന് ഒരഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പോയിക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ അവനോട് ഗിലെയാദുകാർ ചോദിക്കുന്നതെന്ത്? ഉത്തരം നീ ഒരു എഫ്രായിംകാരനാണോ? 23. നീ ഒരു എഫ്രായിംകാരനാണോ എന്ന ചോദ്യത്തിന് അല്ല എന്ന അഭയാർത്ഥി ഉത്തരം പറഞ്ഞാൽ അവനോട് ഉച്ചരിക്കാൻ പറയുന്ന വാക്കേതായിരുന്നു? ഉത്തരം ഷിബ്ബോലത്ത്. 24. ഷിബ്ബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാതെ സിബ്ബോലത്ത് എന്ന് പറയുന്നവനെ ഗിലെയാദുകാർ പിടിച്ച് കൊന്നിരുന്നത് എവിടെ വെച്ച്? ഉത്തരം ജോർദാന്റെ കടവുകളിൽ വെച്ച്. 25. ഷിബ്ബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാത്തതിനാൽ വധിക്കപ്പെട്ട എഫ്രായിംകാർ എത്ര? ഉത്തരം 40,000 എഫ്രായിംകാർ. 26. ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി? ഉത്തരം 6 വർഷം. 27. ഗിലെയാദുകാരനായ ജഫ്ത അടക്കപ്പെട്ടത് എവിടെയാണ്? ഉത്തരം സ്വന്തം പട്ടണമായ ഗിലെയാദ്. 28. ആരാണ് ജഫ്തയ്ക്ക് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഉത്തരം ഇബ്സാൻ. 29. ഇബ്സാൻ ഏത് നാട്ടുകാരനായിരുന്നു? ഉത്തരം ബത്ലഹേംകാരൻ. 30. ഇബ്സാൻ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി? ഉത്തരം 7 വർഷം. 31. ഇബ്സാൻ അടക്കപ്പെട്ടത് എവിടെ? ഉത്തരം ബത്ലഹേമിൽ. 32. ഇബ്സാന് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആരാണ്? ഉത്തരം സെബുലൂൺകാരനായ എലോൺ. 33. എലോൺ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഉത്തരം 10 വർഷം. 34. എലോനെ സംസ്കരിച്ചത് എവിടെയാണ്? ഉത്തരം സെബുലൂൺ ദേശത്ത് അയ്യലോനിൽ. 35. എലോന് ശേഷം ആരാണ് ഇസ്രായേലിൽ ന്യായാധിപനായത്? ഉത്തരം പിറധോന്യനായ ഹില്ലേലിൻ്റെ മകൻ അബ്ദോൻ. 36. അബ്ദോന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു? ഉത്തരം 40 പുത്രന്മാർ. 37. അബ്ദോന് എത്ര പൗത്രന്മാരുണ്ടായിരുന്നു? ഉത്തരം 30 പൗത്രന്മാർ. 38. അബ്ദോന്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും സഞ്ചരിക്കാനായി എത്ര കഴുതകൾ ഉണ്ടായിരുന്നു? ഉത്തരം 70 കഴുതകൾ. 39. എത്ര വർഷം അബ്ദോൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി? ഉത്തരം 8 വർഷം. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: ഇബ്സാന് എത്ര പുത്രിമാർ ഉണ്ടായിരുന്നു? ഉത്തരം 30. ന്യായാധിപന്മാർ 13-ാം അധ്യായത്തിനുള്ള ചോദ്യങ്ങൾ. 40. കർത്താവ് ഇസ്രായേൽ ജനത്തെ എത്ര വർഷത്തേക്കാണ് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചത്? ഉത്തരം 40 വർഷത്തേക്ക്. 41. മനോവ എന്ന ആൾ താമസിച്ചിരുന്നത് എവിടെ? ഉത്തരം സോറായിൽ. 42. മനോവ ഏത് ഗോത്രത്തിൽ പെട്ടവനായിരുന്നു? ഉത്തരം ദാൻ ഗോത്രം. 43. നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. കർത്താവിൻ്റെ ദൂതൻ ആരോടാണ് ഇപ്രകാരം പറഞ്ഞത്? ഉത്തരം മനോവയുടെ ഭാര്യയോട്. 44. എന്ത് കുടിക്കരുതെന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത്? ഉത്തരം വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളും. 45. എന്ത് ഭക്ഷിക്കരുതെന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത്? ഉത്തരം അശുദ്ധമായതൊന്നും. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: മനോവയുടെ പുത്രൻ്റെ പേരെന്ത്? ഉത്തരം സാംസൺ. ന്യായാധിപന്മാർ 14-ാം അധ്യായത്തിലുള്ള ചോദ്യങ്ങൾ. 46. കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി ആവസിച്ച സാംസൺ എങ്ങനെയാണ് സിംഹത്തെ ചീന്തിക്കളഞ്ഞത്? ഉത്തരം ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ. 47. സിംഹത്തിൻ്റെ ഉള്ളിൽ കാണാൻ തിരിഞ്ഞ സാംസൺ എന്താണ് കണ്ടത്? ഉത്തരം സിംഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തേൻകൂട്.
48 എത്ര പേരെയാണ് ഫിലിസ്ത്യർ സാംസന് തോഴരായി കൊടുത്തത്? ഉത്തരം 30 പേരെ. 49 തൻ്റെ കടങ്കഥയ്ക്ക് എത്ര ദിവസത്തിനകം ഉത്തരം പറയണമെന്നാണ് സാംസൺ തോഴരോട് പറഞ്ഞത്? ഉത്തരം വിരുന്നിൻ്റെ 7 ദിവസത്തിനകം. 50 തൻ്റെ കടങ്കഥയ്ക്ക് വിരുന്നിൻ്റെ 7 ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ സമ്മാനമായി എന്തു നൽകാമെന്നാണ് സാംസൺ തോഴരോട് പറഞ്ഞത്? ഉത്തരം ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും. 51 സാംസന്റെ കടങ്കഥയ്ക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ തോഴർ സാംസന് നൽകേണ്ടിയിരുന്നത് എന്ത്? ഉത്തരം 30 ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും. 52 സാംസന്റെ കടങ്കഥ എന്തായിരുന്നു? ഉത്തരം ഭോക്താവിൽ നിന്ന് ഭോജനവും മല്യനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. 53 എത്ര ദിവസമായിട്ടും കടങ്കഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല എന്നാണ് ന്യായാധിപന്മാർ 14:14 കാണുന്നത്? ഉത്തരം 3 ദിവസമായിട്ടും. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: ഏതു പട്ടണം കൊള്ളയടിച്ചാണ് സാംസൺ കടങ്കഥ പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത്? ഉത്തരം അഷ്കലോൺ. ന്യായാധിപന്മാർ 15-ാം അധ്യായത്തിനുള്ള ചോദ്യങ്ങൾ. 54 സാംസന്റെ ഭാര്യയും അവളുടെ പിതാവിനെയും അഗ്നിക്ക് ഇരയാക്കിയത് ആര്? ഉത്തരം ഫിലിസ്ത്യർ. 55 സാംസൺ കഴുതയുടെ താടിയെല്ല് എറിഞ്ഞു കളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേര്? ഉത്തരം റമാത്ത് ലേഹി. 56 എത്ര വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു? ഉത്തരം 20 വർഷം. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: എൻഹക്കോർ എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം അപേക്ഷിക്കുന്നവൻ്റെ ഉറവ. ന്യായാധിപന്മാർ 16-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. 57 സാംസൺ സൈരണിയെ കണ്ടുമുട്ടിയത് എവിടെ വെച്ച്? ഉത്തരം ഗാസായിൽ വെച്ച്. 58 ഗാസ നിവാസികൾ സാംസനെ കൊല്ലുന്നതിനു വേണ്ടി രാത്രി മുഴുവൻ പതിയിരുന്നത് എവിടെ? ഉത്തരം പട്ടണവാതിൽക്കൽ. 59 ഗാസായിൽ നിന്ന് സാംസൺ എവിടേക്കാണ് പോയത്? ഉത്തരം ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക്. 60 ദലീല താമസിച്ചിരുന്നത് എവിടെ? ഉത്തരം സോറേക്ക് താഴ്വരയിൽ. 61 ഫിലിസ്ത്യനെ സാംസനെ വശീകരിക്കണമെന്ന് ദലീലയോട് ആവശ്യപ്പെട്ടതാര്? ഉത്തരം ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ. 62 സാംസന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും ഫിലിസ്ത്യരുടെ നേതാക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് ദലീലയ്ക്ക് വാഗ്ദാനം ചെയ്ത പ്രതിഫലം? ഉത്തരം ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ ഓരോരുത്തരും 1100 വെള്ളി നാണയം വീതം. 63 നിന്റെ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക എന്ന ദലീലയുടെ ചോദ്യത്തിന് സാംസൺ മറുപടി പറഞ്ഞതെന്ത്? ഉത്തരം ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. 64 സാംസനെ ബന്ധിക്കുന്നതിനു വേണ്ടി ആരാണ് ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ടുവന്നത്? ഉത്തരം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: ഫിലിസ്ത്യരുടെ ദേവൻ ആര്? ഉത്തരം ദാഗോൻ. ന്യായാധിപന്മാർ 17-ാം അധ്യായത്തിനുള്ള ചോദ്യങ്ങൾ. 65 മിക്ക പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് എത്ര വെള്ളി നാണയങ്ങൾ എടുത്താണ് തട്ടാനെ ഏൽപ്പിച്ചത്? ഉത്തരം 200 വെള്ളി നാണയങ്ങൾ. 66 ലേവൻ മിക്കായ്ക്ക് ആരെ പോലെ ആയിരുന്നു? ഉത്തരം പുത്രനെ പോലെ. 67 ബത്ലഹേംകാരനായ ലേവൻ മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കിയത് എപ്പോൾ? മിക്കായോട് പറഞ്ഞതെന്ത്? ഉത്തരം ഒരു ലേവനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവിനെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: എവിടെയാണ് കൊത്തുവിഗ്രഹവും വാർപ്പ് വിഗ്രഹവും പ്രതിഷ്ഠിച്ചത്? ഉത്തരം മിക്കായുടെ ഭവനത്തിൽ. ന്യായാധിപന്മാർ 18-ാം അധ്യായത്തിലുള്ള ചോദ്യങ്ങൾ. ദാൻ ഗോത്രക്കാർ ദേശം ഉറ്റുനോക്കുന്നതിന് അയച്ച 5 പേർ യാത്രാമധ്യേ എവിടെയാണ് താമസിച്ചത്? ഉത്തരം മിക്കായുടെ വീട്ടിൽ. 69 ദേശം
ഒറ്റുനോക്കുന്നതിന് പോയ 5 പേർ മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ ആരുടെ ശബ്ദമാണ് തിരിച്ചറിഞ്ഞത്? ഉത്തരം യുവലേവിൻ്റെ ശബ്ദം. 70. ദേശം ഒറ്റുനോക്കുന്നതിന് പോയ 5 പേർ മിക്കായുടെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട് എത്തിച്ചേർന്നത് എവിടെ? ഉത്തരം ലായിഷിൽ. 71. ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന ആ 5 പേർ മിക്കായുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവലേവിൻ്റെ അടുത്ത് ചെന്ന് കുശലം ചോദിക്കുന്ന സമയത്ത് പടിവാതിൽക്കൽ നിന്നിരുന്നത് ആര്? ഉത്തരം പടക്കോപ്പുകൾ അണിഞ്ഞ 500-600 ദാൻകാർ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: മിക്ക ആരെ ഒന്നിച്ചുകൂട്ടിയാണ് ദാൻകാരെ പിന്തുടരുന്നത്? ഉത്തരം അയൽവാസികളെ. ന്യായാധിപന്മാർ 19-ാം അധ്യായത്തിനുള്ള ചോദ്യങ്ങൾ. 72. ലേബനോട് പിണങ്ങി യൂദായിലുള്ള ബത്ലഹേമിലെ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയ അവൻ്റെ ഉപനാരി എത്ര കാലമാണ് അവിടെ താമസിച്ചത്? ഉത്തരം ഏകദേശം 4 മാസം. 73. അനുനയം പറഞ്ഞ് ഉപനാരിയെ തിരികെ കൊണ്ടുവരാൻ ഇറങ്ങിത്തിരിച്ച ലേവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആര്? ഉത്തരം ഒരു വേലക്കാരൻ. 74. ഉപനാരിയുടെ പിതാവിൻ്റെ ഭവനത്തിലെത്തിയ ലേവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചതാര്? ഉത്തരം യുവതിയുടെ പിതാവ്. 75. അമ്മായപ്പൻ നിർബന്ധിച്ചതനുസരിച്ച് എത്ര ദിവസം ലേവ്യൻ അവിടെ താമസിച്ചെന്നുമാണ് ന്യായാധിപന്മാർ 19:4 കാണുന്നത്? ഉത്തരം 3 ദിവസം. 76. അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം. എത്രാം ദിവസം പ്രഭാതത്തിലാണ് യുവതിയുടെ പിതാവ് ലേവ്യനോട് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം 4-ാം ദിവസം പ്രഭാതത്തിൽ. 77. ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക, വെയിലാറുന്നത് വരെ താമസിക്കുക. എത്രാം ദിവസമാണ് യുവതിയുടെ പിതാവ് ലേവ്യനോട് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം 5-ാം ദിവസം. 78. ലേവ്യനും കൂട്ടരും വൃദ്ധൻ്റെ വീട്ടിൽ സന്തുഷ്ട ചിത്തരായിരിക്കുമ്പോൾ വീട് വളഞ്ഞ് വാതിലിൽ ഇടിച്ചതാര്? ഉത്തരം നഗരത്തിലെ ചില ആഭാസന്മാർ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: തുറസായ സ്ഥലത്തിരുന്ന ലേവ്യൻ്റെ അടുക്കൽ വന്ന വൃദ്ധൻ ഏതു നാട്ടുകാരനായിരുന്നു? ഉത്തരം എഫ്രായിം മലനാട്ടുകാരൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിലുള്ള ചോദ്യങ്ങൾ. 79. ബെഞ്ചമിൻ ഗോത്രക്കാരുടെ യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം ദൈവത്തോട് ആരാഞ്ഞത് എവിടെ വെച്ചാണ്? ഉത്തരം ബഥേലിൽ വച്ച്. 80. ബെഞ്ചമിൻ ഗോത്രക്കാരുടെ യുദ്ധം ചെയ്യാൻ ആര് ആദ്യം പോകട്ടെ എന്നാണ് കർത്താവ് അരുളി ചെയ്തത്? ഉത്തരം യൂദ. 81. യുദ്ധത്തിൻ്റെ 2-ാം ദിവസം ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബെയായിൽ നിന്ന് വന്ന് എത്ര ഇസ്രായേൽക്കാരെ വധിച്ചു? ഉത്തരം ഗണ്ഡധാരികളായ 18,000 ഇസ്രായേൽക്കാരെ. 82. എലയാസർ ആരുടെ പുത്രനായിരുന്നു? ഉത്തരം അഹറോൻ്റെ. 83. മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ട 600 പേർ എത്ര നാൾ അവിടെ താമസിച്ചു? ഉത്തരം 4 മാസം. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: ഇസ്രായേൽ എവിടേക്ക് പോയിരിക്കുന്നുവെന്നാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടത്? ഉത്തരം മിസ്പായിലേക്ക്. 21-ാം അധ്യായം. 84. ഇസ്രായേൽക്കാർ എപ്പോൾ വരെയാണ് ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത്? ഉത്തരം സായാഹ്നം വരെ. 85. ജനം കർത്താവിന് ഏതൊക്കെ ബലികളാണ് അർപ്പിച്ചത്? ഉത്തരം ദഹനബലികളും സമാധാന ബലികളും. 86. മിസ്പായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സമ്മേളനത്തിന് സന്നിധരാകാതിരുന്നത് എവിടെ നിന്നുള്ളവരായിരുന്നു? ഉത്തരം യാബേഷ് ഗിലെയാദിൽ നിന്ന്. 87. ആരിൽ നിന്നാണ് ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ പിടിച്ചുകൊണ്ടുപോയത്? ഉത്തരം നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന്. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരുന്നവർക്ക് ഒരു അവകാശം വേണമല്ലോ. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ.